ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ ഷോപ്പിംഗ് വ്ളോഗാണ്. ഒരല്പം സ്പെഷ്യലാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം ഉണ്ടാവും അല്ലേ? പക്ഷെ ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഹാർഡ് വർക്കും സാക്രിഫൈസ് ഒക്കെ വേണം. അതേപോലെ മനോജേണ്ട കുറേ നാളത്തെ ഒരു ആഗ്രഹത്തിന്റെയും സാക്രിഫൈസിന്റെ ഒക്കെ ഒരു റിസൾട്ടാണ് ഇന്നത്തെ ഈ വ്ളോഗ്. വേറെ ഒന്നുമല്ല, നമ്മളൊരു ഗോൾഡ് ചെയിൻ മേടിക്കാൻ വന്നിരിക്കുവാണ് മനോജറിന്. ഇത് നമ്മുടെ എറണാകുളം MG റോഡിലുള്ള കല്യാൺ ജ്വല്ലേഴ്സ് ആണ്. നമ്മൾ ഇവിടെ മുന്നേ വന്നിട്ടുണ്ട്, നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് പിന്നെ ഇവിടെ ഒരു ഗോൾഡ് സ്കീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറച്ച് ക്യാഷ് ഒക്കെ ഉണ്ട്. അപ്പൊ അതും കൂടി അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് തന്നെ ചൂസ് ചെയ്തത്. നമ്മളവിടെ കാര്യമായിട്ട് ഗോൾഡൊക്കെ സെലക്ട് ചെയ്യുവാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഇത് ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കിട്ടി. ഇവന് പിന്നെ എവിടെ പോയാലും അവനെ പറ്റി ആരെങ്കിലൊക്കെ അവൻ കണ്ടുപിടിക്കാറുണ്ട്. അവര് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്ത് കളിക്കുവാണ് ഈ കാണുന്നത്. കുറെ നാളായിട്ടുള്ള ഏതിന്റെ ഒരു ക്രേസ് ആണ് ഈ ഷൂട്ട് ചെയ്തുള്ള കളി. ചുമ്മാ വഴിപ്പോണി പോണവരെയൊക്കെ ടോട്ടോ പറഞ്ഞ് പേടിപ്പിക്കലാണ് ഇവന്റെ ഇപ്പോഴത്തെ സ്ഥിരം പരിപാടി. അപ്പൊ അവന് പറ്റിയ ഒരാളെയും കൂടി കിട്ടിയാൽ പിന്നെ പറയണം. അപ്പൊ അവരൊരു സൈഡിൽ പൊരിഞ്ഞ കളിയായിരുന്നു. അതിന്റെ ഇടയിൽ നമ്മള് ചെയിനൊക്കെ അവിടെ സെലക്ട് ചെയ്യുവാണ്. അപ്പൊ ഇയാളെയും നമ്മൾ അവിടെ വെച്ച് കണ്ടുമുട്ടിയതാണ്. ആള് നല്ലൊരു ഡ്രാമ ക്യൂനാണെന്ന് വേണമെങ്കിൽ പറയാം. ഏതൻ ചേട്ടൻ ഷൂട്ട് ചെയ്യുന്നത് കണ്ട് അവളെ എക്സ്പ്രഷൻ അങ്ങ് വാരി എറിയുന്നുണ്ട്. കുട്ടിക്കാലവും കുട്ടികളൊക്കെ കാണുമ്പോ ഒരു കൗതുകമാണല്ലേ, അവർക്ക് അവരുടെ ലോകം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഹാർഡ് വർക്കിന്റെ കഥയാണല്ലേ. ഒരു ചെയിൻ വാങ്ങിയത് എന്നുള്ളത് ഒരു സാധാരണ കാര്യമാണ്. നമ്മളെ ലോകത്ത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതിനുള്ളില് ഉള്ള കഠിനാധ്വാനം, അതാണ് അതിനെ സ്പെഷ്യൽ ആക്കുന്നത്. കുറെ ക്യാഷൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മേടിക്കാം. പക്ഷെ അത് ആഗ്രഹിച്ച് അതിന് വേണ്ടി കഷ്ടപ്പെട്ട് മേടിക്കുമ്പോൾ അതിന് ഇച്ചിരി മധുരം കൂടുതലല്ലേ. അപ്പൊ നമ്മളിതേ ചെയിനൊക്കെ മേടിച്ച് ഇറങ്ങി. എന്നിട്ട് നമ്മളിതേ നേരെ വന്നത് എറണാകുളത്ത് തന്നെയുള്ള ഒരു KFCയുടെ ഔട്ട്ലെറ്റിലാണ്. നമ്മൾ ഇറങ്ങിയത് ഒരു വെനസ്ഡേ ആയതുകൊണ്ട് വെനസ്ഡേ ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നേ. ഇത് ഫുള്ളി സ്പോൺസേർഡ് ബൈ മനോജേണ്ണാണ്. നമ്മുടെ ചെയിൻ മേടിച്ചാൽ നമുക്ക് ചിലവൊന്നും ഇല്ല എന്നുള്ളൊരു ചോദ്യത്തിന്റെ മറുപടി ആയിരുന്നു ഇത്. അതേതായാലും നന്നായി. അപ്പൊ നമ്മൾ എന്തായാലും ഈ ദിവസം ഭയങ്കര എൻജോയ് ചെയ്തു. ഭയങ്കര സന്തോഷമുണ്ട്. ദൈവത്തോട് വളരെയധികം നന്ദിയുണ്ട്. അപ്പൊ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു. ബൈ ബൈ.